നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ബിൽഡിംഗ് കമ്പോണൻറ്റ്സ്. ഒരു ബിൽഡിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ബേസിക്കലി വരുന്ന കമ്പോണൻറ്റ്സ് ആണ് താഴെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫൗണ്ടേഷൻ, പ്ലിന്ത്, DPC, wall and column, sill, lintel and chajja, doors, windows and ventilators, floor, roof, beam, parapet, steps, stair, lift and ramps, finishing works, building services. A building consists of two portions. One is substructure and the other is superstructure. എന്താണ് സബ്സ്ട്രക്ചർ? ഗ്രൗണ്ട് ലെവലിന് താഴെ വരുന്ന ബിൽഡിങ്ങിന്റെ എല്ലാ പോർഷനെയും സബ്സ്ട്രക്ചർ എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഫൗണ്ടേഷൻ ഈസ് എ സബ്സ്ട്രക്ചർ. നെക്സ്റ്റ്, സൂപ്പർസ്ട്രക്ചർ. എന്താണ് സൂപ്പർസ്ട്രക്ചർ? ഗ്രൗണ്ട് ലെവലിന് മുകളിൽ വരുന്ന ബിൽഡിങ്ങിന്റെ എല്ലാ പോർഷനെയും സൂപ്പർസ്ട്രക്ചർ എന്ന് പറയുന്നു. ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, റൂഫ്, അതുപോലെ ഗ്രൗണ്ട് ലെവലിന് മുകളിൽ വരുന്ന എല്ലാ പോർഷനും സൂപ്പർസ്ട്രക്ചറിൽ ഇൻക്ലൂഡഡ് ആണ്. ഫൗണ്ടേഷൻ. സോ നമുക്കറിയാം, ഒരു ബിൽഡിങ്ങിന്റെ ലോവസ്റ്റ് പാർട്ടാണ് ഫൗണ്ടേഷൻ. സൂപ്പർസ്ട്രക്ചറിൽ നിന്നും വരുന്ന എല്ലാ ലോഡും സോയിലേക്ക് സേഫായി ട്രാൻസ്ഫർ ചെയ്യുക എന്നതാണ് ഫൗണ്ടേഷന്റെ മെയിൻ ഫംഗ്ഷൻ. ലോഡ് എന്ന് പറയുമ്പോൾ അതിൽ ഡെഡ് ലോഡും ഉണ്ടാവും, ലൈവ് ലോഡും ഉണ്ടാവും. പ്ലിന്ത്. ഗ്രൗണ്ട് ലെവൽ മുതൽ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ടോപ്പ് വരെ വരുന്ന ബിൽഡിങ്ങിന്റെ പോർഷനെയാണ് പ്ലിന്ത് എന്ന് പറയുന്നത്. എന്തിനാണ് പ്ലിന്ത് കൊടുത്തിരിക്കുന്നത്? നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്നും മേസൺറി കൺസ്ട്രക്ഷൻ ഡയറക്റ്റ് ചെയ്യാറില്ല. ഗ്രൗണ്ട് ലെവലിൽ നിന്നും കുറച്ച് ഹൈറ്റിലാണ് മേസൺറി വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ആ ഹൈറ്റിനെയാണ് പ്ലിന്ത് ഹൈറ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് പ്ലിന്ത് ഹൈറ്റ് കൊടുക്കുന്നത്? സർഫസ് വാട്ടർ ഡയറക്റ്റ് ആയി ഒരു ബിൽഡിങ്ങിലേക്ക് എൻട്രി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലിന്ത് ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. സോ ഒരു ബിൽഡിങ്ങിന് വേണ്ട മിനിമം പ്ലിന്ത് ഹൈറ്റ് എന്ന് പറയുന്നത് 450 mm ആണ്. DPC അല്ലെങ്കിൽ ഡാംപ് പ്രൂഫ് കോഴ്സ്. ഇറ്റ് ഈസ് എ ലെയർ ഓഫ് വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ ലൈക്ക് അസ്ഫാൾട്ട്, ബിറ്റുമെൻ, വാട്ടർ പ്രൂഫ് സിമെന്റ് എക്സെട്ര. പ്ലിന്തിന് മുകളിൽ മേസൺറി വർക്ക് തുടങ്ങുന്നതിന് മുൻപേ നമ്മൾ DPC പ്രൊവൈഡ് ചെയ്യണം. സോ താഴെ നിന്നുള്ള മോയ്സ്ചർ അബ്സോർബ് ചെയ്ത് സൂപ്പർ സ്ട്രക്ചറിനെ ഡാമേജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് DPC പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വാൾസ്. റൂഫിനെ സപ്പോർട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ മെമ്പറിനെയാണ് വാൾസ് എന്ന് പറയുന്നത്. ബിൽഡിങ്ങിന്റെ ഫ്ലോർ സ്പേസിനെ ഒരു ഡിസൈഡ് പാറ്റേണിൽ ഡിവൈഡ് ചെയ്ത് ഒരു റൂം സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് പ്രൈവസി, സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം സൺ, റെയിൻ, വിൻഡ് ആൻഡ് കോൾഡ്. അടുത്തതാണ് കോളം. കോളം ഒരു വെർട്ടിക്കൽ മെമ്പർ ആണ്. അതുപോലെ തന്നെ ഇറ്റ്സ് ആൻ ആക്സിയൽ കംപ്രസീവ് ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ. സ്ലാബ്സിൽ നിന്നുമുള്ള ലോഡ് ബീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബീംസിൽ നിന്നും ലോഡ് കോളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. കോളത്തിൽ നിന്നും ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി ഫൗണ്ടേഷൻ ആണ് ലോഡ് സൂപ്പർ സ്ട്രക്ചറിൽ നിന്നുമുള്ള ലോഡിനെ സേഫായി സോയിലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ലോഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുക. ഫ്ലോർസ്. ഫ്ലോർസ് നമ്മൾ പറയാറുണ്ട് ലൈക്ക് ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ എന്നിങ്ങനെ. സോ ഒരുപാട് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിനെ ഡിഫറെന്റ് ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഫ്ലോർ എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് സപ്പോർട്ടിംഗ് എലമെന്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് എ പ്ലാറ്റ്ഫോം ഫോർ പീപ്പിൾ, ഫർണിച്ചർ ആൻഡ് എക്യുപ്മെന്റ്. സോ ഗ്രൗണ്ട് ഫ്ലോർ പണിയുമ്പോൾ പ്ലിന്ത് ലെവൽ വരെ ഫില്ല് ചെയ്യണം. സോ പ്ലിന്ത് ലെവൽ വരെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോൺസും ഗ്രാവൽസും ബ്രിക്ക് പാറ്റ്സും ഉപയോഗിക്കാം. അതിന് മുകളിലായിട്ട് ഒരു കോമ്പാക്റ്റഡ് സാൻഡ് ലെയർ കൊടുക്കും. സോ ഈ കോമ്പാക്റ്റഡ് സാൻഡ് ലെയറിന് മുകളിലായി ലീൻ കോൺക്രീറ്റ് കോഴ്സ് കൊടുക്കും. ദാറ്റ് ഈസ് 1:4:8 and 100 mm thick is provided. അതിനു മുകളിലായി DPC should be provided. അതിനു മുകളിലാണ് ഫ്ലോർ ഫിനിഷസ് കൊടുക്കാറുള്ളത്. സോ ഫ്ലോർ ഫിനിഷ് ഈസ് ലൈക്ക് ടൈൽസ് ഓർ മാർബിൾസ് ആസ് പെർ റിക്വയർമെന്റ്. ഡോർസ്, വിൻഡോസ് ആൻഡ് വെന്റിലേറ്റേഴ്സ്. ഡോർസ്. സോ ഒരു റൂമിലേക്കോ അല്ലെങ്കിൽ ഒരു പാസേജിലേക്കോ ആക്സസ് കൊടുക്കാനായി ഉള്ള ഒരു വെർട്ടിക്കൽ ബാരിയറിനെയാണ് നമ്മൾ ഡോർ എന്ന് പറയുന്നത്. സോ വിൻഡോസ്. വിൻഡോസ് നമ്മൾ കൊടുക്കുന്നത് എക്സ്റ്റീരിയർ വാൾസിലാണ്. അതുപോലെ തന്നെ ലൈറ്റും വെന്റിലേഷനും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിൻഡോസ് കൊടുത്തിട്ടുള്ളത്. വിൻഡോസ് കൊടുക്കുമ്പോൾ ഫ്ലോർ ലെവലിൽ നിന്നും 75 to 90 സെന്റിമീറ്റർ മുകളിലായിട്ടാണ് വിൻഡോ ഫ്രെയിം വെക്കുക. അതുപോലെ തന്നെ ഫ്ലോർ ഏരിയയുടെ 50 to 20% ആണ് വിൻഡോ ഏരിയ.
So window area should be 50 to 20% of floor area. അടുത്തത് വെന്റിലേറ്റേഴ്സ്. വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഒരു ചെറിയ വിൻഡോ തന്നെയാണ്. അതിന്റെ ഫംഗ്ഷനും വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നത് തന്നെയാണ്. സോ വെന്റിലേറ്റേഴ്സ് യൂഷ്വലി ഒന്നെങ്കിൽ റൂഫിന് അടുത്തായിട്ട് അല്ലെങ്കിൽ ഫ്ലോറിന് അടുത്തായിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. റൂഫ്, ബീംസ്, പാരപ്പെറ്റ്. റൂഫ് നമുക്കറിയാം ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പ് മോസ്റ്റ് പോർഷൻ ആണ് റൂഫ്. സോ ഒരു ബിൽഡിങ്ങിനെ കവർ ചെയ്യുന്ന പോർഷൻ ആണ് റൂഫ്. സോ ഇറ്റ് ഷുഡ് ബി ലീക്ക് പ്രൂഫ് ഓൾസോ. ബീംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബീംസ് ആണ് സ്ലാബ്സിൽ നിന്നുമുള്ള ലോഡിനെ കോളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബീംസ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കോളത്തിലും വോൾസിലുമാണ്. നെക്സ്റ്റ് കമ്പോണന്റ് ആണ് പാരപ്പെറ്റ്. സോ ഒരു ഫ്ലാറ്റ് റൂഫ്ഡ് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ടെറസിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സോ അവിടെ ഒരു ഔട്ടർ വോളിൽ ഉള്ള ഒരു പ്രൊട്ടക്ഷൻ വോളായിട്ട് കൊടുക്കുന്ന കമ്പോണന്റ് ആണ് പാരപ്പെറ്റ്. സോ ആ പ്രൊട്ടക്ഷൻ വോളിന്റെ ഹൈറ്റ് ആണ് 80 സെന്റിമീറ്റർ. സോ പാരപ്പെറ്റിന്റെ ഹൈറ്റ് 80 സെന്റിമീറ്റർ ആണ്. സിൽ, ലിൻഡൽ ആൻഡ് ഛജ്ജ. സിൽ വിൻഡോ അല്ലെങ്കിൽ ഡോർ ഫ്രെയിം വെക്കുന്നതിന് മുന്നേ മേസൺറിയിൽ ഒരു PCC കോഴ്സ് കൊടുക്കാറുണ്ട്. സോ ഇറ്റ്സ് എ 50 mm to 75 mm thick PCC കോഴ്സ്. സോ ആ കോഴ്സിനെ പറയുന്ന പേരാണ് സിൽ. നെക്സ്റ്റ് ഈസ് ലിൻഡൽ. ഇനി എന്താണ് ലിൻഡൽ? ബേസിക്കലി അതൊരു RCC അല്ലെങ്കിൽ സ്റ്റോൺ ബീം ആണ്. മെസൻട്രി വോളിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്പണിംഗ് ആണ് ഡോർ അല്ലെങ്കിൽ വിൻഡോ. സോ അവിടെ ഒരു ഫേം സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ഡോർസിന്റെ അല്ലെങ്കിൽ വിൻഡോസിന്റെ ഫ്രെയിമിലേക്ക് സൂപ്പർ സ്ട്രക്ചറിൽ നിന്നും ലോഡ് വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കോഴ്സ് ആണ് ലിൻഡൽ. നെക്സ്റ്റ് ഈസ് ഛജ്ജ. വിൻഡോസ് അല്ലെങ്കിൽ ഡോർസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എക്സ്റ്റേണൽ വോളിൽ നിന്നും കൊടുക്കുന്ന ഒരു പ്രൊജക്ഷനെയാണ് ഛജ്ജ അല്ലെങ്കിൽ സൺഷെയ്ഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് യൂഷ്വലി മെയ്ഡ് അപ്പ് ഓഫ് RCC. സോ ഈ പ്രൊജക്ഷൻ വേരീസ് ഫ്രം 60 സെന്റിമീറ്റർ ടു 80 സെന്റിമീറ്റർ. ചില സമയത്ത് ഈ സൺഷെയ്ഡിൽ നിന്നും ഒരു ഡ്രോപ്പ് കൊടുക്കാറുണ്ട് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ എസ്തെറ്റിക് ലുക്ക് ആൻഡ് ഓൾസോ ആൻ അഡീഷണൽ പ്രൊട്ടക്ഷൻ ഫ്രം സൺ ആൻഡ് റെയിൻ. സ്റ്റെപ്സ്, സ്റ്റെയർസ് ആൻഡ് ലിഫ്റ്റ്. സ്റ്റെപ്സ് സോ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഉള്ള കൺവീനിയന്റ് ആക്സസ് കൊടുക്കുന്ന ഒരു കമ്പോണന്റ് ആണ് സ്റ്റെപ്പ്. സോ എവിടെയാണ് നമ്മൾ സ്റ്റെപ്പ് കൊടുക്കുക? ഒരു ബിൽഡിങ്ങിലേക്ക് എൻട്രി ചെയ്യാനും അതുപോലെ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും വേണ്ടിയിട്ടാണ് സ്റ്റെപ്സ് കൊടുക്കുക. സോ അത് എവിടെയാ വരിക? ഔട്ടർ വോളിന്റെ ഡോർസിന് അടുത്തായിട്ടാണ് സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്യുക. ഇനി ഐഡിയൽ സൈസ് ഫോർ സ്റ്റെപ്സ്. സ്റ്റെപ്സിന് കൊടുക്കുമ്പോൾ അതിന് വേണ്ട ഐഡിയൽ സൈസ് എന്ന് പറയുന്നത് വിഡ്ത്ത് എപ്പോഴും 25 to 30 സെന്റിമീറ്ററും അതുപോലെ തന്നെ റൈസ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്ററും ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇനി സ്റ്റെയർസ്. സ്റ്റെയർസ് എന്ന് പറയുന്നത് ഫ്ലോർ ടു ഫ്ലോർ ആക്സസ് ആണ്. അതായത് ഒരു ഫ്ലോറിൽ നിന്നും മറ്റൊരു ഫ്ലോറിലേക്ക് ആക്സസ് കൊടുക്കുന്ന കമ്പോണന്റ് ആണ് സ്റ്റെയർസ്. സ്റ്റെയർസ് ഈസ് നത്തിങ് ബട്ട് എ സീരീസ് ഓഫ് സ്റ്റെപ്സ്. ഇതിൽ വരുന്ന എല്ലാ സ്റ്റെപ്സും യൂണിഫോം സൈസിൽ തന്നെ പ്രൊവൈഡ് ചെയ്യണം. സോ നെക്സ്റ്റ് കമ്പോണന്റ് ആണ് ലിഫ്റ്റ്സ്. ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് 13 മീറ്ററിനെക്കാട്ടിൽ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ബിൽഡിങ്ങിൽ ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. സോ ലിഫ്റ്റ് എപ്പോൾ പ്രൊവൈഡ് ചെയ്താലും അത് എൻട്രൻസിന് അടുത്ത് വേണം പ്രൊവൈഡ് ചെയ്യാൻ. ഇനി ഒരു പബ്ലിക് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓൾഡ് ആൻഡ് ഡിസേബിൾഡ് പേഴ്സൺസിന്റെ കൺവീനിയൻസിനായിട്ട് എപ്പോഴും മാൻഡേറ്ററി ആയിട്ട് തന്നെ ബിൽഡിങ്ങിൽ ലിഫ്റ്റ് കൊടുക്കേണ്ടതാണ്. ബിൽഡിംഗ് ഫിനിഷസ്. സോ സ്ട്രക്ചറലി ഒരു ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ വരുന്ന ഫിനിഷിംഗ് വർക്ക്സ് ആണ് പ്ലാസ്റ്ററിംഗ്, പോയിന്റിംഗ്, വൈറ്റ് വാഷിംഗ്, വാർണിഷിംഗ്, പെയിന്റിംഗ് ആൻഡ് ഡിസ്റ്റംബറിംഗ്. ബിൽഡിംഗ് സർവീസസ്. സോ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറലി കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ബിൽഡിംഗ് ഫിനിഷസ് കൊടുത്തു, ലൈക്ക് പോയിന്റിംഗ്, പെയിന്റിംഗ്, വൈറ്റ് വാഷിംഗ്, അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബിൽഡിങ്ങിൽ കൊടുക്കുന്ന സർവീസസ്, അതായത് ഒരു ബിൽഡിംഗ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ അതിലുണ്ടായിരിക്കേണ്ട ഫെസിലിറ്റീസും കൺട്രോൾ മെഷേഴ്സുമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ലൈക്ക് വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ്, ഇലക്ട്രിസിറ്റി, വെന്റിലേഷൻ, ഹീറ്റിംഗ്, എയർ കണ്ടീഷനിങ്, ഫയർ ഡിറ്റക്ഷൻ ആൻഡ് കൺട്രോളിംഗ്. സോ നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത് ഒരു
ബിൽഡിങ്ങിന്റെ സെക്ഷൻ ആണ്. സോ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കമ്പോണൻസും ഈ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷന്റെ ബേസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു കോൺക്രീറ്റ് ലെയർ കൊടുക്കും, PCC. അതിനെയാണ് ബേസ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് എന്നും പറയും. സോ ഇവിടെ ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പഡ് മാനറിലാണ്, സ്റ്റെപ്പഡ് ഫൂട്ടിംഗ് ആണ്. ലൈക്ക് ഫസ്റ്റ് ഫൂട്ടിംഗ്, സെക്കൻഡ് ഫൂട്ടിംഗ്, തേർഡ് ഫൂട്ടിംഗ് എന്നിങ്ങനെ. ഇനി താഴെയുള്ള ബേസ് കോൺക്രീറ്റിന്റെ വിഡ്ത്തിനെയാണ് വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ലെവൽ മുതൽ ഈ ഫൗണ്ടേഷൻ ബെഡ് ലെവൽ വരെയുള്ള ഡെപ്തിനെയാണ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ PCC കൊടുത്തിട്ടുള്ളതിന്റെ ബേസ് ലെവലിനെയാണ് ഫൗണ്ടേഷൻ ബെഡ് ലെവൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യമേ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഈ ഫൗണ്ടേഷൻ ബെഡ് ലെവൽ വരെ ട്രെഞ്ചസ് എടുക്കണം, ട്രെഞ്ചസ് അല്ലെങ്കിൽ എക്സ്കവേറ്റ് ചെയ്യണം. ഇനി ഈ ഗ്രൗണ്ട് ലെവൽ മുതൽ ഫ്ലോറിന്റെ ടോപ്പ് ലെവൽ വരെയുള്ള ഹൈറ്റിനെയാണ് പ്ലിന്ത് ഹൈറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഫ്ലോറിന്റെ ടോപ്പ് ലെവൽ വരെയാണ് പ്ലിന്ത് ലെവൽ എന്ന് പറയുന്നത്. സോ ഈ പ്ലിന്ത് ലെവലിന് ഉള്ളിലായിട്ട് ഇവിടെ ഒരു സാൻഡ് ഫില്ലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ സാൻഡ് ഫില്ലിംഗിന് മേലെയാണ് ഫ്ലോറിംഗ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് കോൺക്രീറ്റ് ആണ്, അതിന് മേലെ ഫിനിഷസ് വരും. ഇനി പ്ലിന്ത് ലെവലിന് മേലെ മെസൻട്രി തുടങ്ങുന്നതിന് മുന്നേ ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കണം. അത് കഴിഞ്ഞ് വിൻഡോയുടെ താഴെ വിൻഡോ സിൽ ലെവൽ. ഇനി വിൻഡോ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള എക്സ്റ്റേണൽ പ്രൊജക്ഷനെയാണ് സൺഷെയ്ഡ് അല്ലെങ്കിൽ ഛജ്ജ എന്ന് പറയുന്നത്. ഇനി സൂപ്പർ സ്ട്രക്ചറിൽ നിന്നുമുള്ള ലോഡ് വിൻഡോ ഫ്രെയിമിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലിൻഡൽ എന്ന് പറയുന്ന ലിൻഡൽ RCC ബീം കൊടുത്തിട്ടുള്ളത്. ഇനി RCC അല്ലെങ്കിൽ റൂഫ് സ്ലാബ് ആണ് ഈ കാണുന്നത്. സോ ഈ റൂഫ് സ്ലാബിന്റെ താഴെയുള്ള പോർഷനെയാണ് സീലിംഗ് എന്ന് പറയും. ഈ സീലിംഗിന്റെ മേലെ, അതായത് റൂഫ് സ്ലാബിന് മേലെയുള്ള ഒരു കോഴ്സ് കൊടുത്തിട്ടുണ്ട്, വെതറിംഗ് കോഴ്സ് ആണ്. സോ മഴ പെയ്ത് ആ മോയ്സ്ചർ കണ്ടന്റ് താഴെ വന്ന് സീലിംഗ് ഡാമേജ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെതറിംഗ് കോഴ്സ് കൊടുത്തിട്ടുള്ളത്. ഇനി റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ പാരപ്പറ്റ് വാൾ, അതായത് ടെറസിലേക്ക് എൻട്രൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ വാളായിട്ട് കൊടുക്കുന്ന 80 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു വാളിനെയാണ് പാരപ്പറ്റ് വാൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ചു സബ്സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. സോ ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്ക് വരുന്ന എല്ലാ പോർഷനെയും സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നു. ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള പോർഷനെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സബ്സ്ട്രക്ചർ എന്ന് പറയുന്നു. സോ ഇത്രയും കമ്പോണൻസ് ആണ് ബിൽഡിങ്ങിൽ വരുന്നത്.